വെൽക്കം ബാക്ക് ടു മൈ അനദർ ബാംഗ്ലൂർ വ്ളോഗ്. ബാംഗ്ലൂരിലെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ഭയങ്കര അഫോർഡബിൾ ആയിട്ട് സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറേ നല്ല കിടിലൻ കളക്ഷൻസ് കണ്ടിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വണ്ടി. നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ജയനഗറിലെ ഷോപ്പിങ്ങിന് വേണ്ടി. ഇങ്ങനെ ഹെയർ കാണിച്ചു കൊടുത്തേക്കോ, ദീപന്റെ കലാവിരുത്. അപ്പൊ ശരി ഗൈസ്, നമുക്കിനി ബാക്കി ആടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ജയനഗർ 4th ബ്ലോക്കിലാണ് കേട്ടോ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തോ. എന്ത് പാടുന്ന ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് തലക്കേറിയിട്ടാന്നുള്ളത് കുഞ്ഞുമൊട്ടക്ക് ഗൈസ്. അപ്പൊ ഇതാണ് ജയനഗർ. ഇനി നമുക്ക് ഷോപ്പിങ്ങിന്റെ സ്ഥലത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളൊപ്പരം 4 കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. അപ്പം എന്തായാലും നടന്ന് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലോണം വിശക്കുന്നുള്ളതുകൊണ്ട് ആടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല ദോശയും ആ ഒരു വടയെല്ലാം ഭയങ്കര സോഫ്റ്റും ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടായിരുന്നു. ആടെ നിന്ന് അതെല്ലാം തിന്ന് നമ്മൾ ഇറങ്ങി നേരെ സ്ട്രീറ്റിലേക്കാണ് നടന്നത്. പോകുമ്പോൾ തന്നെ ഇതുപോലത്തെ കുറേ സ്റ്റാൾ കാണുന്നുണ്ടായിന്. ആടെ ജസ്റ്റ് കിഡ്സിൻ്റെ കളിക്കുന്ന സാധനങ്ങളും നമ്മൾ അണ്ടർവെയർസും കിഡ്സിൻ്റെ അങ്ങനെയെല്ലാം ഉണ്ടായത് കേട്ടോ. എൻ്റെ വീഡിയോ ലൈവെല്ലാം കാണുന്നവർക്ക് അറിയാലോ ഞാനൊരു ഷോപ്പിംഗ് ഭ്രാന്തത്തിയാണെന്ന്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് നടന്നെത്തിയാൽ മതി എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഉണ്ടായത്. സൈഡിലെല്ലാം ഇതുപോലെ കുറേ ബ്രാൻഡ്സിന്റെ ഷോറൂമും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് റിയൽ മാർക്കറ്റിലേക്ക് കയറാൻ പോകുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നിരുന്ന് ആ ഒരു കുർത്തയും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി ഗൈസ്. എനിക്ക് അവിടെ എത്തിയിട്ടില്ല, ജസ്റ്റ് നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നെല്ലാം പറയില്ലേ, അങ്ങനെ കണ്ടപ്പോൾ തന്നെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഹാങ്ങായിപ്പോയി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന മുകളിലെ കുർത്ത സെറ്റെല്ലാം എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടി. എനിക്കൊന്ന് നേരിട്ട് കാണുന്ന രസം എനിക്ക് ക്യാമറയിൽ അത്രമാത്രം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രക്കും നല്ല രസം ഉണ്ടായിന്. കിടിലം കളേഴ്സിലാണ് വരുന്നത്. അതോ അതിൻ്റെ റേറ്റ് ആയിട്ടെല്ലാം നിങ്ങൾ ഞെട്ടോ, 1000-ൽ താഴെയാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത്. 850, 900 അങ്ങനെയെല്ലാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ ജീൻസിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഏതെടുത്താലും 500 ആണ്. നമ്മളിപ്പോൾ ഒരു മാളിലെല്ലാം പോയി അങ്ങനെയെല്ലാം പോയി എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു 999, 899 അങ്ങനെയെല്ലാം കൊടുക്കണമല്ലേ. പക്ഷെ അതേ സാധനം അതേ ക്വാളിറ്റിയിൽ ഇവിടെ 500-ന് കിട്ടുന്നുണ്ട്. അങ്ങനെ റേറ്റ് പറഞ്ഞ് കിട്ടുന്നത്. ഇതൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണെന്ന് വെച്ചിട്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല. 10 on 10 തന്നെ കൊടുക്കുക. അത്രക്ക് അടിപൊളിയാണ് സാധനം. എല്ലാ ടൈപ്പിൽ വരുന്ന ജീൻസും ഉണ്ട് കേട്ടോ. ബൂട്ട് കട്ട് ജീൻസ് ഉണ്ട്, മോം ഫിറ്റ് ഉണ്ട്, ഇതുപോലെ വൈറ്റ് ലെഗ് ഉണ്ട്. വൈറ്റ് ലെഗിൻ്റെ എല്ലാം ആ ഒരു കളർ ഷെയ്ഡ് തന്നെ നല്ല രസം ഉണ്ടായിന്. ഞാനിങ്ങനെ ചിന്തിച്ചു, 500 രൂപയ്ക്കല്ലേ ഇത് കിട്ടുമല്ലേ, അടിപൊളിയല്ലേ എന്നല്ലോ. 26 മുതൽ തന്നെ ഇവർക്ക് സൈസും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഏതൊരു തടിയുള്ള ആൾക്കാർക്ക് പോയാലും മാറുന്ന സാധനം കിട്ടുവേ. ഞാൻ ആടുന്ന ഒരു ബ്ലാക്ക് ജീനാണ് എടുത്തത്. ഞാൻ നെക്സ്റ്റ് ബാംഗ്ലൂർ പാലസ് പോകുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അതിനകത്ത് ഞാൻ ആ ജീൻസാണ് ഇട്ടിട്ടുണ്ടാവുക. അതിൽ നിങ്ങൾ നോക്കിക്കോട്ടോ. പിന്നെ കാശിക്കാണെങ്കിൽ നമ്മളെപ്പോഴും വന്നിട്ട് ടയേർഡായിപ്പോയി, കാരണം അങ്ങനെ നടക്കുന്നുണ്ടായിന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കാനെല്ലാം മറന്നു പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് പെട്ടെന്ന് ബോധം വരുവാണ് ഞാൻ ഓക്കെ വ്ളോഗ് എടുക്കണ്ടേന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ബാക്കിയുള്ള ടൈമിൽ ഞാനിങ്ങനെ ഭയങ്കര അതിശയത്തിൽ ഇങ്ങനെ നോക്കി നടക്കലായിരുന്നു. ഇതെല്ലാം ഈ ഒരു പാർട്ടി വെയർ ഐറ്റംസ് ഇല്ലേ, ഷോള്, പാൻറ്, ടോപ്പ്, ഇതിനെല്ലാം 1200 റേറ്റ് വരുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് തുണിയെടുത്ത് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് എത്ര പൈസ ആവുമെന്ന്. ഇത് അടിച്ചിട്ട് ആ ഒരു കിടിലം പോലത്തെ ലേസ് വർക്കെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രൈസിൽ. അതും എനിക്ക് ഇവിടെ വന്നിട്ടില്ലേ എന്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് എന്തെല്ലാം കണ്ടിട്ടും. കാരണം ഞാൻ ഷോപ്പിങ്ങെന്നെല്ലാം ഈ ഒരു കോഡ് സെറ്റ് എടുക്കണമെങ്കിൽ തന്നെ 1200, 999 അങ്ങനെയുള്ള റേറ്റ് ആവലുണ്ട്. അപ്പോൾ ഇവിടെ കോഡ് സെറ്റിന് 800, 700 അങ്ങനെയും ആ 3 പീസ് വരുന്നതിന് ആ ഒരു റേറ്റും 1000-നുള്ളിലാവുമ്പോൾ അതെന്തുകൊണ്ട് അഫോർഡബിൾ തന്നെയല്ലേ. അതും നല്ല കളേഴ്സും നല്ല കളക്ഷൻസും ഉണ്ട്. ഞങ്ങളെല്ലാം എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടില്ലേ, അപ്പോൾ ഇവന് മാത്രം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ഒരു ടോയ്സിൻ്റെ ഷോപ്പിൽ നിന്നിട്ട് എന്ത് ചെയ്യും, കയറണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കലേനു അവൻ. അങ്ങനെ ഞാൻ ആടുന്ന ഒരു JCB വാങ്ങിക്കൊടുത്ത്. അതിന് പോലും പൈസ കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിൽ ഉത്സവത്തിന് ചന്തയിൽ നിന്നെല്ലാം വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും. അതിനും ചെറിയൊരു റേറ്റിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ എനിക്ക് അതും കിട്ടിയിട്ടുണ്ടായി നാടുന്ന്. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ഷോപ്പിംഗ് ഭ്രാന്തത്തിയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നതും. അതുകൊണ്ട് തന്നെ പല കളക്ഷൻസ് കാണുമ്പോൾ എനിക്കത് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ത്വര വരുന്നില്ല. ഞാനിങ്ങനെ അത് നോക്കി ആസ്വദിച്ച് നടക്കലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാനും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിലത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ, അതായത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത കളക്ഷൻസും റേറ്റും എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇന്നൊരു ദിവസം ശ്രീനിയും കൂട്ടി പോയിട്ട് എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 3 മാസത്തിന് മുകളിലായി ഞാൻ ബാംഗ്ലൂർ. എന്നിട്ട് ഞാൻ ഇതുവരെ ചിക്പേട്ടിൽ പോയിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ പ്ലാൻ ആക്കിക്കൊണ്ടുണ്ട്. ജാവി ഉള്ളതുകൊണ്ടാണ് ഒരു സൺഡേ മാർക്കറ്റിൽ രാവിലെ തന്നെ എങ്ങനെ പോവും. തണുപ്പുമാണ്, ഒടുക്കത്തെ തണുപ്പാണ് ഗൈസ്. അതുകൊണ്ടാണ് ചിക്പേട്ടിൽ ഇതുവരെ പോവാത്തത്. അപ്പോൾ അതും പോയിട്ട് അതിൻ്റെയും ഒരു അടിപൊളി വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ മന്തി തിന്നാൻ പോകുന്നതാണ്. നമ്മള് സൗദി ഷവായയിലാണ് മന്തി തിന്നാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് റൂമിന് അടുത്തുവാണല്ലോ. ഹായ് ഗൈസ് പറഞ്ഞ
ഹലോ ഗായ്സ് പറ. സൗദി ഷവായിൽ എത്തി ഗൈസ്. വലിയ മന്തിപ്രാന്തനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മന്തി മടുത്തു. കാരണം ഈ ബാംഗ്ലൂർ വന്ന ശേഷം ഇല്ല മന്തി തന്നെയാണ് തിന്നുന്നത്. പിന്നെ ഒന്നാമത് ഏച്ചീൻ്റെ പിള്ളേർ വന്നിട്ട് ഈ ഒരു 5 ദിവസത്തിൽ 4 ദിവസവും നമ്മൾ മന്തി തന്നെയാണ് തിന്നത്. കണ്ടിന്യൂസ് ആയിട്ട് തിന്നുമ്പോൾ സത്യം പറഞ്ഞാൽ മടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എൻ്റെ ശ്രീൻ്റെ ഭാഗ്യമായിരുന്നു പിള്ളേർക്ക് ഫുഡ് വാങ്ങി കൊടുത്തത്. അപ്പോൾ പിള്ളേർക്ക് മന്തി തന്നെ വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ട് അങ്ങനെ സൗദി ഷവായിൽ വന്നിട്ട് തിന്നെയാണ്. നമ്മളവിടെ എത്തിയ ശേഷം ശ്രീയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. മന്തി നിന്നാടെ ഇറങ്ങി ശ്രീ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് സ്കൂട്ടിയിൽ കറങ്ങാൻ പോകുന്നു എന്നിട്ട് അവൻ അങ്ങോട്ടേക്ക് പോയി. നമ്മൾ ഇനി നടന്നിട്ട് റൂമിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് കുറച്ചേ നമുക്ക് നടക്കാനുള്ളൂ കേട്ടോ. റൂമിലേക്ക് നടന്ന് പോകുമ്പോഴാണ് ബൺ മാസ്ക് കണ്ടത്. ഇതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടല്ലേ ഉണ്ടായിരുന്നു, പക്ഷെ ന്യൂട്രലേൻ്റെ തിന്നിട്ടുണ്ടായിട്ടില്ല. എന്നാ ഒന്ന് തിന്നോക്കാലോ വെച്ചിട്ട് വാങ്ങിയതാണ്. നമ്മൾ ജസ്റ്റ് ഒറ്റൊന്നേ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. അത് നല്ലതാണെന്ന് തോന്നിപ്പോയി. കാരണം അത് തീരെ രസം ഉണ്ടായിട്ടില്ല. മുമ്പ് തിന്ന 2 പ്രാവശ്യം തിന്നതും നല്ല രസം ഉണ്ടായിരുന്നു. ഇത് പക്ഷെ എന്തോ ഫുള്ളായിട്ട് ബട്ടർ മാത്രം ചോദിക്കുന്നു, ഒരു നെയ്യ് മാത്രം ഇങ്ങനെ ബന്നിൻ്റെ ഇടയിൽ വെച്ച് തിന്നുന്ന പോലെ. അതെന്തോ തീരെ ഇഷ്ടമായിട്ടില്ല. വായിൻ്റെ ചൊയേ പോയ പോലെ മന്തി തിന്നതിൻ്റെ. ആ കുട്ടി എൻ്റെ അടുത്ത് ഇറാനി ചായ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. ന്യൂട്രലേൻ്റെ ബൺമസ്കി നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. പക്ഷേ ഈ ന്യൂട്രലേൻ്റെ ഫ്ലേവറേ അതിനില്ല. അത് തിന്നിട്ട് ആ ഒരു മന്തിൻ്റെ ചൊയെല്ലാം പോയിട്ട് വായി മൊത്തം ആ ഒരു ബട്ടറിൻ്റെ ചൊയ വന്ന് അങ്ങനെ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങി. അതാണ് അതിനെക്കാട്ടി വലിയ ഫ്ലോപ്പായി പോയി ഗൈസ്. നല്ല രസം ഉണ്ടായിരുന്നു, പക്ഷെ കുറേ ദിവസം ഉപ്പിലിട്ട് പഴുത്ത് ആ ഒരു ചൊയയില്ലേ അങ്ങനെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ അതെല്ലാം തിന്ന് റൂമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇനിയും കുറേ ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.